മോൻ്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സദ്യ വിളമ്പുന്ന സമയത്ത് കാളൻ വിളമ്പാൻ മറന്നു. അതാണ് ഉണ്ടായത്. ചോറൊക്കെ കഴിച്ച് പകുതി ആയപ്പോഴാണ് കാളൻ വിളമ്പാൻ മറന്നല്ലോ എന്നൊരു ഓർമ്മ വന്നത്. ഇനി ഞാൻ കാളൻ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ കനം കൂട്ടിയിട്ടാ കായും ചേനയൊക്കെ അരിയാറ്. പക്ഷേ ഞാൻ ഒന്നുകൂടി ചെറുതായിട്ട് അരിയുന്നുണ്ട്. മോനും കൂടി കഴിക്കേണ്ടതല്ലേ, അപ്പോൾ നുടച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രീതിക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച ചേന കഷ്ണത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മോന് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ കുറേശ്ശെ എരിവ് തന്നെ ഇട്ടിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പാകത്തിന് ഉപ്പ്, പിന്നെ കഷ്ണങ്ങൾ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറുക്ക് കാളനായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ച് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ചേന 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം പച്ചക്കായ ചേർത്താൽ മതി. ചേനയ്ക്ക് വെവ് കൂടുതലാണല്ലോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരക്കപ്പോൾ നാളികേരം ചിരികിതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ വെളുത്തുള്ളി സ്വതവേ ആരും കാളനിൽ ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ രുചി വ്യത്യാസം അറിയാം. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇനി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പിന്നെ കാളനായാലും ബാക്കിയുള്ള പച്ചക്കറികളായാലും അത് ഉണ്ടാക്കുന്ന രീതികൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാവും. എന്ന് വെച്ചിട്ട് മറ്റൊന്നും മോശമായിരിക്കും ഇത് നല്ലതായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വെള്ളം ഇതുപോലെ വറ്റിയതിന് ശേഷം മാത്രം അരപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ കുറുക്ക് കാളനല്ലേ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പോളം നല്ല പുളിയുള്ള തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി പുളി കുറവുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കണം. അത്യാവശ്യം പുളിയുള്ള തൈരായിരുന്നു. ഞാൻ അതുകൊണ്ട് 1/2 കപ്പ് മാത്രമാണ് എടുക്കുന്നത്. അത് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഇതിൽ ചേർത്തിട്ട് ഇനി വറ്റുന്നത് വരെ നല്ലപോലെ ഒന്ന് ചെറു തീയിലിട്ടിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് പോരുമ്പോൾ അമ്മോട് ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റൈറ്റാണ് ഈ കാളെന്ന് പറയുന്നത്. സംഭവമാണെങ്കിൽ കേടാവാതെ കുറച്ചധികം ദിവസം വീട്ടിലിരിക്കുകയും ചെയ്യും. വന്നിട്ട് ഇവിടെ എത്തിപ്പെട്ട തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വയറിനടിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഉണ്ട്. ഒരു നുള്ളു എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂണോളം പഞ്ചസാര ഉണ്ട്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് കുറച്ച് ചേർത്ത് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയിട്ടാ. സദ്യയിലൊരു വിഭവമാണ് ഈ കാളെന്ന് പറയുന്നത്. പക്ഷേ ഈ കുറുക്ക് കാളനും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും അതല്ലെങ്കിൽ മത്തി പൊരിച്ചത് അതല്ലെങ്കിൽ കക്ക വറുത്തത്, ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊരു അവിയലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുക, അവിയൽ ഉണ്ടാക്കുന്നത് ഈ രീതിയല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തർക്കിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തൃശ്ശൂരുകാർ ഉണ്ടാക്കുന്നവരിത് കണ്ടപ്പോൾ ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്ന അവരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതനുസരിച്ച് ഉണ്ടാക്കുക. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. ലാസ്റ്റിൽ 1 ടീസ്പൂണോളം നെയ്യ്, നല്ല നറുനെയ്യ് ഒഴിക്കുന്നുണ്ട്, പ്രത്യേകം മണം കേട്ടോ. പിന്നെ കടുകും ഉലുവയും കറിവേപ്പിലയും മറ്റുമുളകും കൂടി പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യാനായിട്ടാ തീയെ. ഇനി ഒന്നും കൂടി 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഞാൻ ആ രീതി ഒന്ന് കാണിച്ചു തരാം. അതിനാണ് ഈ കുറുക്ക് കാളെന്ന് പറയുന്നത്. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ കുറുക്ക് കാള ഇതുപോലെ ഉണ്ടാക്കാത്തവരാണ് ഉണ്ടാക്കി നോക്കൂ.